അതാണ് ഒരു കോമഡി ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. പിന്നെ അവിടെ പിന്നെന്ന് വെച്ചാൽ തിരിച്ച് രാജസ്ഥാനിലൊക്കെ എത്തിയപ്പോഴൊക്കെ ഒരാൾ വന്ന് ഭയങ്കരമായിട്ട് കമ്പനി അടിച്ചു. എൻ്റെ ഒപ്പം ഇരുന്ന് ബിയർ കഴിച്ചു. പിന്നീടാണ് അറിഞ്ഞത് ആ ബിയറിൻ്റെ പൈസയും കൂടെ ഞാൻ കൊടുക്കണമെന്ന്. പിന്നെ നമ്മൾ തിരുവനന്തപുരംകാർ അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതെന്നൊരു പേരുള്ളത് കൊണ്ടും നമ്മൾ പറ്റിക്കപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അടുത്ത ദിവസം ഞാനവിടെ ഒരു റോഡ് സൈഡ് ധാബയായിരുന്നു. അപ്പോൾ ഒരു കട്ടിൽ വാടകയ്ക്ക് എടുത്ത് അവിടെ കിടപ്പ്. അന്ന് എത്ര 100 75 അങ്ങനത്തെ ചെറിയ എമൗണ്ടിൽ. അപ്പം ഞാൻ ബില്ല് വന്നപ്പം 3 ബിയറിൻ്റെ കാശ്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നല്ലേ അടിച്ചുള്ളൂ, മറ്റേത് നിങ്ങളുടെ ഫ്രണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ല, അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ തരണം, പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഇതും കൂടെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ശരി യോഗി പൊക്കോളാൻ പറഞ്ഞു. അതല്ലാതെ പിന്നെ എനിക്കൊരു നല്ല അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെത് KL രജിസ്ട്രേഷൻ ബൈക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കൃത്യം ഓർമ്മയില്ല. ബറോഡ കഴിഞ്ഞിട്ട് ഏതൊരു സ്ഥലമാണ്, ടുവേർഡ്സ് മഹാരാഷ്ട്ര സൈഡ്. ഒരു മലയാളി ഫാമിലി വന്നിട്ട് പരിചയപ്പെട്ട് എനിക്ക് അവിടുത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഒരു ദോശ ചുട്ട് തരുമെന്ന്. പക്ഷെ അവർ തന്നെ എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ തന്നു. അവർ കിടക്കാനവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഹോട്ടലിൽ കിടക്കും, ബിക്കോസ് ഞാൻ കംഫർട്ടബിളാണ്. ഒരു സ്ട്രേഞ്ചറിൻ്റെ ഒരു വീട്ടിൽ ചെന്നിട്ട് അപ്പോഴാണ് അവിടെ മനസ്സിലായത് അവിടെ ഇഷ്ടം പോലെ മലയാളികൾ തിങ്ങി പാർക്കുന്നൊരു സ്ഥലമായിരുന്നു ഗുജറാത്ത് ആസ് എ സ്റ്റേറ്റ്. അവർ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് അങ്ങനെ പിന്നെ തിരിച്ചിങ്ങോട്ട് വരണ വഴിക്ക് കുറേ പേര് ബൈക്ക് നിർത്തി ഫോട്ടോ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഇരിക്കുന്ന സാധനം ആ പൂപ്പ സാധനം അല്ല എന്നുള്ളൊരിത്. ഒത്തിരി പേര് വന്ന് ഫോട്ടോ എടുത്തു. അവരുടെ ചിലർ ഫാമിലി എന്നെ ഓവർടേക്ക് ചെയ്ത് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയി. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലൊരു എന്തോ പറയണ ഒരു അഹങ്കാരമോ എന്തൊക്കെയോ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. പക്ഷെ അതൊരു നല്ല അനുഭവം.